വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഏപ്രിൽ മാസം തൊഴിൽ വീതിയുടെ മൂന്നാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ 9ാമത് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷന്റെ 9ാമത് കടമ്മനിട്ട പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദ്. 2024 ലഭിച്ചത് റഫീഖ് അഹമ്മദ്. 2023 പ്രഭാവർമ്മ. 2023 പ്രഭാവർമ്മ. 2025 ആബേൽ പ്രൈസ് ജേതാവാര്? മസാക്കി കഷിവാര. 2025 ആബേൽ പ്രൈസ് ജേതാവാര്? മസാക്കി കഷിവാര. 2024 മൈക്കൽ തലഗ്രാൻഡ്. 2024 മൈക്കൽ തലഗ്രാൻഡ്. 2023 ലൂയിസ് എ കഫാരെല്ലി. 2023 ലൂയിസ് എ കഫാരെല്ലി. അരുണാചൽ പ്രദേശിലെ ഈസ്റ്റേൺ കമാൻഡിന് കീഴിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ട്രൈ സർവീസ് ഇന്റഗ്രേറ്റഡ് മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസം ഏത്? പ്രചണ്ഡ് പ്രഹാർ. അരുണാചൽ പ്രദേശിലെ ഈസ്റ്റേൺ കമാൻഡിന് കീഴിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ട്രൈ സർവീസ് ഇന്റഗ്രേറ്റഡ് മൾട്ടി ഡൊമൈൻ യുദ്ധാഭ്യാസം ഏത്? പ്രചണ്ഡ് പ്രഹാർ. വ്യോമയാന ആസ്തികളുടെ ഉപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ ചൈന അതിർത്തിയിൽ 2024 നവംബറിൽ നടത്തിയ അഭ്യാസം പൂർവി പ്രഹാരി. വ്യോമയാന ആസ്തികളുടെ ഉപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ ചൈന അതിർത്തിയിൽ 2024 നവംബറിൽ നടത്തിയ അഭ്യാസം പൂർവി പ്രഹാരി. ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി വർഷം തോറും നടക്കുന്ന ഉഭയകക്ഷി സൈനിക അഭ്യാസം വജ്ര പ്രഹാർ. ഇന്ത്യയും അമേരിക്കയും സംയുക്തമായി വർഷം തോറും നടക്കുന്ന ഉഭയകക്ഷി സൈനിക അഭ്യാസം വജ്രപ്രഹാർ. വജ്രപ്രഹാർ സേന അഭ്യാസത്തിന്റെ 15ാമത് പതിപ്പ് 2024 നവംബറിൽ നടന്നത് എവിടെ? ഓർച്ചാഡ് കോമ്പാക്ട് ട്രെയിനിങ് സെന്റർ, US. വജ്രപ്രഹാർ സേനാഭ്യാസത്തിന്റെ 15ാമത് പതിപ്പ് 2024 നവംബറിൽ നടന്നത് എവിടെ? ഓർച്ചാഡ് കോമ്പാക്ട് ട്രെയിനിങ് സെന്റർ, US. ഉയർന്ന തലത്തിലുള്ള യുദ്ധപ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സൈന്യം ലഡാക്കിൽ നടത്തിയ തന്ത്രപ്രധാന സൈനിക അഭ്യാസം പർവത് പ്രഹാർ. ഉയർന്ന തലത്തിലുള്ള യുദ്ധപ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ സൈന്യം ലഡാക്കിൽ നടത്തിയ തന്ത്രപ്രധാന സൈനിക അഭ്യാസം പർവത് പ്രഹാർ. കൊച്ചി നിയമനിർമ്മാണ സഭയുടെ രൂപീകരണത്തിന് 1 നൂറ്റാണ്ട് പൂർത്തിയായത് എന്ന്? 2025 ഏപ്രിൽ 3. കൊച്ചി നിയമനിർമ്മാണ സഭയുടെ രൂപീകരണത്തിന് 1 നൂറ്റാണ്ട് പൂർത്തിയായത് എന്നാണ്? 2025 ഏപ്രിൽ 3. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2027 പ്രഥമ ബിംസ്റ്റെക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയായത് ബാങ്കോക്ക്, തായ്ലൻഡ്. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിക്ക് വേദിയായത് ബാങ്കോക്ക്, തായ്ലൻഡ്. ബിംസ്റ്റെക്കിന്റെ പൂർണ്ണരൂപം ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോ ഓപ്പറേഷൻ. ബിംസ്റ്റെക്കിന്റെ പൂർണ്ണരൂപം ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക്കൽ കോ ഓപ്പറേഷൻ. അമേരിക്കയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായി നിയമിതനായത് ജയ് ഭട്ടാചാര്യ. അമേരിക്കയുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടറായി നിയമിതനായത് ജയ് ഭട്ടാചാര്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ഡോക്ടർ പൂനം ഗുപ്ത. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് ഡോക്ടർ പൂനം ഗുപ്ത. ഏപ്രിൽ 1 രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കടാരിയ. ഏപ്രിൽ 1 രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വനിതാ ഹോക്കി താരം വന്ദന കടാരിയ. പരിഷ്കരിച്ച വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം ലഭിച്ചതോടെ നിയമമായി മാറിയത് എന്നാണ്? 2025 ഏപ്രിൽ 5. പരിഷ്കരിച്ച വഖഫ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അംഗീകാരം ലഭിച്ചതോടെ നിയമമായി മാറിയത് എന്നാണ്? 2025 ഏപ്രിൽ 5. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ സ്റ്റാർട്ടപ്പ് മഹാകുംഭമേളയ്ക്ക് വേദിയായത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ നേതൃത്വത്തിലുള്ള ഈ വർഷത്തെ സ്റ്റാർട്ടപ്പ് മഹാകുംഭമേളയ്ക്ക് വേദിയായത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കേരള ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് FC യുടെ പുതിയ പരിശീലകനായി പ്രഖ്യാപിക്കപ്പെട്ടത് ദവിദ് കറ്റാല.
ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിലെ കേരള ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് FC-യുടെ പുതിയ പരിശീലകനായി പ്രഖ്യാപിക്കപ്പെട്ടത് ദവിദ് കറ്റാല. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.